ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം നമ്മൾ ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥനെ കാണാനെത്തിയ നിക്കോദേമസിനെ കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് സുവിശേഷത്തിൽ യേശുനാഥനെ കാണാൻ വരുന്ന നിക്കോദേമസ് രാത്രിയിലാണ് അവിടുത്തെ കാണാൻ വരുന്നത്. അപ്പം അങ്ങനെ അവിടത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിക്കോദേമസിനോട് യേശുനാഥൻ പറയുകയാണ്, നീ ആത്മാവാലും ജലത്താലും വീണ്ടും ജനിക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ യേശുനാഥൻ ഉദ്ദേശിച്ചത് ഒന്ന് ജ്ഞാനസ്നാനത്തെക്കുറിച്ചാണ്, ക്രിസ്തുവിൽ നവജന്മം പ്രാപിക്കുന്നതിനെക്കുറിച്ച്. 2 ആത്മാവിനാൽ നിറയുന്നതിനെക്കുറിച്ച്. അപ്പോൾ നമുക്ക് 2 കൂദാശകളായി ഇതിനെ കണക്കാക്കാം. 1 ജ്ഞാനസ്നാനവും 2 സ്ഥൈര്യലേപനവുമാണ്. അപ്പം ഈ ആത്മാവിനാലും ജലത്താലും ജനിക്കുന്ന ഒരുവനാണ് യേശുനാഥൻ്റെ യഥാർത്ഥ ശിഷ്യനായി മാറാൻ കഴിയുക. അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യർ കാറ്റുപോലെയാണ് എന്നൊക്കെ ഒരു സൂചന നൽകുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഈ നിക്കോദേമോസ് എന്തിനാണ് രാത്രിയിൽ യേശുനാഥനെ സന്ദർശിച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അതിൻ്റെ കാരണം, നിക്കോദേമോസ് ഒത്തിരിയധികം ഭയന്നിരുന്നു മറ്റു മനുഷ്യരെ. അതായത് ഇസ്രയേലിൽ വലിയൊരു സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. സെൻഹദ്രീൻ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. അതായത് യഹൂദരുടെ ഒരു ഉയർന്ന സംഘമാണത്. ഈ പുരോഹിത പ്രമുഖന്മാരും അവിടുത്തെ ന്യായാധിപന്മാരും ഒക്കെ വരുന്ന ഒരു വലിയൊരു സംഘത്തിലെ തലവനാണ് ഇദ്ദേഹം. അപ്പോൾ യേശുനാഥനെ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും അത് ചെയ്തിരുന്നത് ഭയന്നുകൊണ്ടാണ്, മറ്റുള്ള മനുഷ്യരെ പേടിച്ചുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഭയത്താൽ വന്നിരുന്ന നിക്കോദേമസിനോട് യേശുനാഥൻ പറയുകയാണ്, ഈ ആത്മാവ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അത് ഈ കാറ്റ് പോലെയാണ്. ഈ കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്കാണ് വീശുന്നത്. അപ്പോൾ ആത്മാവ് നിറഞ്ഞ മനുഷ്യർ ഒരിക്കലും ഈ സ്വാതന്ത്ര്യമില്ലാത്ത മനുഷ്യരല്ല, അവർ പൂർണ്ണ സ്വതന്ത്രരാണ്. ദൈവമാണ് അവരുടെ സ്വാതന്ത്ര്യം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ അവർക്ക് കഴിയും. അവരെ ആരും പിടിച്ചു കെട്ടുകയില്ല. അപ്പോൾ ഈ നിക്കോദേമസിനെ പിടിച്ചു കെട്ടുന്നുണ്ട് ചില ചിന്തകൾ, ചില ധാരണകൾ, നഷ്ടപ്പെട്ട് പോയേക്കാവുന്ന ചില സ്ഥാനമാനങ്ങൾ, സമ്പത്ത്, ഇതൊക്കെ ഇങ്ങനെ അഴിക്കുള്ളിലാക്കിയിരിക്കുകയാണ് ഈ നിക്കോദേമസിനെ. പക്ഷേ ആത്മാവിനാൽ നിറഞ്ഞ മനുഷ്യരെ ഒരിക്കലും ഇങ്ങനെ പിടിച്ചു കെട്ടാനാവില്ലെന്നും അവർ കാറ്റുപോലെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്ന മനുഷ്യരായി മാറുമെന്നാണ്. അത് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അപ്പം ഈസ്റ്റർ ദിനത്തിൽ യേശുനാഥൻ നമ്മളോട് പറയുന്നത് അതുപോലെയാണ്. ഈ യേശുനാഥൻ്റെ ശരീരത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഈസ്റ്ററിന് ശേഷം ഉദ്ധിതനായ യേശുനാഥൻ്റെ ശരീരത്തിന് സ്ഥലകാല ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. അവിടുന്ന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അവിടത്തേക്ക് വരാനും പോകാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ആത്മാവാൽ നിറയുന്ന മനുഷ്യർ യേശുനാഥനെ പോലെയാവും, പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കും. ഒന്നിനെയും അവർക്ക് പിടിച്ചു നിർത്താനോ പിടിച്ചു കെട്ടാനോ ഒന്നും സാധിക്കില്ല. അപ്പോൾ ആ ഒരു നിലയിലേക്ക് കടന്നു വരാനാണ് യേശുനാഥൻ ഓരോ മനുഷ്യരോടും ക്ഷണിക്കുന്നത്. പ്രത്യേകിച്ച് ജ്ഞാനസ്നാനവും സ്ഥൈര്യലേപനമൊക്കെ സ്വീകരിച്ച് നമ്മൾ ഈ ഉദ്ധിതനായ ക്രിസ്തു ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരണം. എൻ്റെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലത് മാറ്റിവെക്കുന്ന മനുഷ്യരെ മാറും. എല്ലാറ്റിനേക്കാൾ ഉപരി യേശുനാഥനെ സ്നേഹിക്കാനും അവൻ്റെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകാനും എനിക്ക് കഴിയണം. അപ്പോൾ ആത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് അതിൽ ജനിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.